തീർച്ചയായിട്ടും സംശയം എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു കെമിസ്ട്രിയുടെ അധ്യാപകന് തലേ ദിവസം ക്ലാസ് കുട്ടികൾക്ക് റിവിഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഭാഗത്ത് അമോണിയയുടെ ഹേബർ പ്രോസസ്സ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് മാത്രമേ എല്ലാ വർഷവും ചോദിക്കാറുള്ളൂ. എന്നാൽ കേവലം കുറഞ്ഞ കഴിഞ്ഞ മോഡലിലും മെയിൻ എക്സാമിനും NO2 എന്ന് പറയുന്ന ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് കൃത്യമായിട്ട് ഇന്നലെ സൈലത്തിൻ്റെ മിഥുല സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ലേഡി ടീച്ചർ ഇന്നലെ ലൈവിൽ കൃത്യമായിട്ട് ഈ NH3യും NO2 പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഹോർലിക്സ് അവരുടെ രാവിലത്തെ ബൂസ്റ്റ് റിവിഷനിൽ NO2 മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, എന്നാൽ ഈ NO2 കൃത്യമായിട്ട് ഇന്ന് എക്സാമിന് വരികയും ചെയ്തു. അതുപോലെ തന്നെ സാർ ഏറ്റവും പ്രധാനപ്പെട്ട എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് വാലൻസി എന്നാണ് ചോദിച്ചത്. സംയോജകത എന്നാൽ എത്രയാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഒരു ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊതുവെ എല്ലാ എക്സാമുകളിലും മോളിക്കുലാർ ഫോർമുല അഥവാ തന്മാത്രാ സൂത്രം കണ്ടുപിടിക്കുക എന്നൊരു ചോദ്യം ഉണ്ടാവില്ല. പക്ഷേ ഇന്നലത്തെ ലൈവിലും ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്റ് റിവിഷനിലും സൈലത്തിലെ ഈ ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കറക്റ്റ് ഡി ക്വസ്റ്റ്യൻ എന്താണോ ഇന്നത്തെ പരീക്ഷാ പേപ്പറിൽ വന്നത് ആ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇത്രയും ഫ്രഷ് ക്വസ്റ്റ്യനാണ് സാർ. അപ്പം എൻ്റെ ഇന്നലത്തെ ലൈവ് നോക്കിയാൽ ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ കാണുള്ളൂ. കാര്യം നാളെ വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആവർത്തിക്കുന്ന ആ ചോദ്യങ്ങൾ മാത്രമാണ് MS സൊല്യൂഷൻസിൽ ഷുവർ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. അത് ഇന്നലത്തെ ലൈവ് കണ്ട കുട്ടിയൊക്കെ പറയാം. ഇപ്പോൾ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ MS സൊല്യൂഷനേക്കാൾ കൂടുതൽ പ്രഡിക്ഷൻസ് വന്ന സ്ഥാപനങ്ങളുണ്ട്, അതിലേക്ക് സർക്കാർ അന്വേഷണം പോകണമെന്നാണ്. തീർച്ചയായിട്ടും. കാര്യം ഞാൻ വാർത്തകൾ കാണുന്ന സമയത്ത് വലിയ സങ്കടമുണ്ട് സാറേ. കാര്യം ഞാൻ 2020 നമ്മുടെ കേരളം അടച്ചു പൂട്ടിയ സമയത്ത് കൈറ്റ് വിക്ടേഴ്സ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ വഴിയായിരുന്നു ക്ലാസ്സുകൾ കൊടുത്തിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ ത്രൂ ക്ലാസ്സുകൾ കൊടുത്തുകൂടാ? കാര്യം എനിക്ക് ഓൾറെഡി എൻ്റെ ഒരു ബിരുദം എന്ന് പറയുന്നത് ഈ രസതന്ത്രം രസിപ്പിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ പാട്ട് പാടിയിട്ടും കഥയിലൂടെയും കുറച്ച് കഥകളൊക്കെ പറഞ്ഞ ട്രിക്സിലൂടെയാണ് കുട്ടികളുടെ അവരുടെ വൈബിനനുസരിച്ച് എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക എന്നതാണ് എൻ്റെ ഒരു സൂത്രവിദ്യ എന്ന് പറയുന്നത്. അങ്ങനെ ഈ 2020 കൊറോണ വന്ന സമയത്ത് 2023 വെറും 2 മാസം കൊണ്ട് മാത്രമാണ് 10ാം ക്ലാസ്സിലെ കുട്ടികൾ സ്കൂളിൽ പോയി ഉച്ചവരെ ഒരു ബാച്ച്, അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഒരു ബാച്ച്, അങ്ങനെ പോയിട്ട് ആ 2 മാസം കൃത്യമായിട്ട് യൂട്യൂബിൽ ഞാനൊരു അഹോരാത്രം ഞാൻ ചെറിയൊരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് 1500 രൂപ മാസം കൊടുത്ത് അതിൻ്റെ കറണ്ട് ബില്ല് അടിച്ച് ഒരൊറ്റ ഫോണും ഒരൊറ്റ ട്രൈപ്പോഡ് യൂസ് ചെയ്തിട്ടാണ് സാറേ ഞാൻ ക്ലാസ് എടുത്തത്. എന്നിട്ട് വരെ അങ്ങനെ പോയി 2021 ഫോക്കസ് ഏരിയ ഞാൻ പറഞ്ഞ പല ചോദ്യങ്ങളും ആ മെയിൻ എക്സാമിൽ വന്നിട്ടുണ്ട്. അത്രയും കുട്ടികൾ എൻ്റെ ചാനലിലേക്ക് ആ ഒരു സമയത്ത് ഫോളോ ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നു 5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് 2022 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നി ഇതൊന്ന് എന്താ പറയുക ഒരു യൂട്യൂബിലൂടെ ലൈവായിട്ടും അതുവരെ ലൈവുകളൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഒന്നും കൂടി ഈ സ്റ്റുഡിയോ റൂമൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു എഡിറ്റിംഗ് അറിയുന്ന ഒരാളെ കൂട്ടി ഞങ്ങൾ 2 ആളും കൂടി 2022 ഒരുപാട് എന്താ പറയുക കുറേ ക്വസ്റ്റ്യൻസൊക്കെ അനലൈസ് ചെയ്ത് പല ക്ലാസ്സുകൾ, കോൺസെപ്റ്റ് ക്ലാസ്സുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുത്ത് കറക്റ്റ് 2022 ഈ ചാനൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എന്താണോ ആവശ്യം, ഇപ്പോൾ അവരുടെ സംശയങ്ങളടക്കമാണ് എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുമോ, CE മാർക്ക് കൊടുക്കുന്നുണ്ടോ, പിന്നെ JRCക്കൊക്കെ എത്ര ബോണസ് പോയിന്റ് ഉണ്ട്, പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ ഇഷ്യൂസുകൾ, ഇതൊക്കെ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഒരു സ്ഥലത്ത് നിന്ന് പുതിയ സർക്കുലർ പുറത്തു വിടുമ്പോൾ അത് കുട്ടികളിലേക്ക് എത്തുന്നത് വളരെ കുറവാണ്. അത് ടീച്ചേഴ്സിൻ്റെ കയ്യിലേക്കായിരിക്കും ആദ്യം എത്തുക. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ക്ലാസ്സുകൾ മറ്റേ ഈ ഒരു പ്രഡിക്ഷൻസ് മാത്രമല്ല നിങ്ങളുടെ ഏരിയ. പ്രഡിക്ഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടി വന്ന അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അതൊരു വീഡിയോയിൽ മാത്രം ഒതുങ്ങുന്നതാണ്. പക്ഷേ ഈ പ്രഡിക്ഷനിലേക്ക് നമ്മൾ എത്തുന്നത് വളരെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് പല യൂട്യൂബ് ചാനൽ സൈലം പോലെയുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകൾ 7:30 മണിയുടെ ലൈവ് അവരുടെ ലൈവ് 7 മണിക്ക് തുടങ്ങും. നമ്മൾ 9:30 വളരെ പെട്ടെന്ന് നിർത്തിയിട്ട് അവരുടെ ചാനലുകളൊക്കെ തുറന്ന് ഓരോ ലാപ്ടോപ്പിലും ഫോണിലൊക്കെ ഓപ്പൺ ആക്കി ഇവർ പറയും, ഒരു ഹിൻ്റ് ഇടും, മക്കളെ ഇത് പഠിച്ചിട്ടേ നിങ്ങൾ പോകാവൂ, അല്ല ഇത് നാളത്തെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണും. അപ്പോൾ ആ ഒരു ഹിൻ്റുള്ള ചോദ്യം മറ്റൊരു ചാനൽ ഇത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി, ഈ ചോദ്യം ഞാൻ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, കാര്യം അവരും പറഞ്ഞിട്ടുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി